പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആരെയാണ് വിശ്വസിക്കേണ്ടത്. അതിനെടുക്കുന്ന വചനഭാഗം ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ ഒന്ന് വായിക്കാൻ ഞാൻ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ യേശു മറുപടി പറയാണ്, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇവിടെ കാണാം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് യഹൂദർ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് കർത്താവ്. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവൻ ആരാണെന്ന് നമുക്ക് താഴത്തെ വചനത്തിലൂടെ വായിച്ചു പോകുമ്പോൾ കാണുക. യേശു പറഞ്ഞു, ഈ 34-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, 37-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വചനഭാഗത്തിൽ നമുക്ക് കാണാലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 40-ാമത്തെ വചനത്തിൽ കടന്നു പോകുമ്പോൾ കാണാം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യുമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. അവിടുന്ന് വീണ്ടും 44-ാമത്തെ വചനം കാണാം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊക്കെയുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വീണ്ടും 47-ാമത്തെ വചനത്തിൽ കാണാം, ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പിന്നെയും വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് വചനഭാഗം വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും കാണാം, നിങ്ങൾ 53-ാമത്തെ നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്നുകൂടി വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇവിടെ നമുക്ക് ഒരു 10-ാമത്തെ അധ്യായത്തിലേക്ക് കാണാം, 10-ാമത്തെ അധ്യായം 29-ാം തിരുവചനം ഞാനൊന്ന് വായിക്കാം. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്ക് സാധിക്കുകയില്ല, ഞാനും പിതാവും ഒന്നാണ് എന്നാണ് വചനഭാഗം ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, വചനങ്ങൾ വായിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. വേറെ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക ഈ കാലഘട്ടത്തിൽ? ഇപ്പോൾ കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു.